ട്രെയിൻ യാത്രക്കാരന്റെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്ക്. മലബാർ എക്സ്പ്രസിൽ ഇന്നലെ രാത്രി 10 മണിക്കാണ് സംഭവമുണ്ടായത്. പത്തനംതിട്ട കൊടുമൺ സ്വദേശി അനിൽകുമാറാണ് പോലീസുകാരനെ കത്തികൊണ്ട് ആക്രമിച്ചത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. ഷിനോജ്, ഈ എങ്ങനെയാണ് ട്രെയിനിൽ വെച്ച് ഈ സംഭവം ഉണ്ടായത്? ഈ പോലീസുകാരനേറ്റ പരിക്ക് ഗുരുതരമാണോ? മധു, തിരുവല്ലയിൽ നിന്നാണ് ഈ മലബാർ എക്സ്പ്രസിൽ ഈ പ്രതിയായിട്ടുള്ള പത്തനംതിട്ട കൊടുമൺ സ്വദേശി അനിൽകുമാർ ട്രെയിനിൽ കയറുന്നത്. ഈ ട്രെയിനിൽ കയറിയ സമയം മുതൽ തന്നെ ഇദ്ദേഹം പ്രശ്നമായിരുന്നു. തുടർന്ന് ചങ്ങനാശ്ശേരി കഴിഞ്ഞ സമയത്ത് ഈ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ മറ്റ് യാത്രക്കാരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതറിഞ്ഞ് ടി അവിടെ എത്തിയ സമയത്ത് ഈ പ്രതിയായിട്ടുള്ള അനിൽകുമാർ ടിക്കറ്റ് എടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. തുടർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കൊല്ലം സ്വദേശി അനസ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഈ പ്രതിയായിട്ടുള്ള അനിൽകുമാർ അരയിൽ കരുതിയിരുന്ന തൻ്റെ ഈ കത്തി ഉപയോഗിച്ച് ഈ പോലീസുകാരനെതിരെ വീശുന്നത്. അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. അതായത് നിലവിലിപ്പോൾ ഈ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അനസ് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയത്ത് തന്നെ ഈ പ്രതി ഈ ആക്രമണത്തിന് ശേഷം ഈ ട്രെയിനിൽ നിന്ന് കടന്നു കളയുന്നതിന് വേണ്ടി ശ്രമം നടത്തി. തുടർന്ന് കോട്ടയത്ത് വെച്ചാണ് ഈ പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടുന്നത്. അതിൽ നിലവിലിപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പ്രതിയെ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കും. പത്തനംതിട്ട കൊടുമൺ സ്വദേശിയായിട്ടുള്ള അനിൽകുമാറാണ് ഇത്തരത്തിൽ ട്രെയിനിനുള്ളിൽ മദ്യപിച്ച് കയറി ആക്രമണം നടത്തിയത്. ശരി ഷിനോജ, മലബാർ എക്സ്പ്രസിലാണ് ഈ സംഭവം ഉണ്ടായത്. ഞെട്ടിക്കുന്ന സംഭവമാണ്. ട്രെയിനിൽ കയറിയത് മുതൽ പ്രശ്നങ്ങളാണ്. ശേഷം പോലീസുകാരനെയും കത്തി കൊണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ്. ട്രെയിനിൽ കത്തിയൊക്കെ ആയിട്ടാണ് ഇയാൾ കയറിയത് എന്നുള്ളതാണ് നമ്മൾക്ക് പേടിക്കേണ്ടുന്ന കാര്യം. ഏത് സമയത്തും കടന്നു വരുന്ന അക്രമികൾക്ക് ഈ തരത്തിൽ മനുഷ്യനെ ആക്രമിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ അക്രമി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.